നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇരിങ്ങാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയിലെ കല്ലേറ്റുംകരയിൽ എസ്റ്റേറ്റിന് സമീപം ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന കാനയുടെ ഒത്ത നടുവിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നു. 4ഓളം പോസ്റ്റുകളാണ് കാനയ്ക്ക് നടുവിലായി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുൻ കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവും MLAയുമായ രമേശ് ചെന്നിത്തല ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ ബാലവേല ചെയ്യിപ്പിക്കുന്നതിനായി കണ്ടെത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. 60 വയസ്സുള്ള കടമ്പൻ ആണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയിലെ കല്ലേറ്റുംകരയിൽ എസ്റ്റേറ്റിന് സമീപം ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന കാനയുടെ ഒത്ത നടുവിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നു. കാന നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രദേശവാസികൾ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും വൈദ്യുതി കാൽ നീക്കാൻ നടപടി ഉണ്ടായില്ല. 4ഓളം പോസ്റ്റുകളാണ് കാനയ്ക്ക് നടുവിലായി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത്. കാന നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രദേശവാസികൾ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും വൈദ്യുതി കാൽ നീക്കാൻ നടപടിയുണ്ടായിട്ടില്ല. ഇപ്പോഴിതാ 4ഓളം പോസ്റ്റുകളാണ് കാനയ്ക്ക് നടുവിലായി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചത്. വർഷക്കാലത്തൊഴുകിയെത്തുന്ന വെള്ളത്തോടൊപ്പമുള്ള മാലിന്യം തടഞ്ഞു നിന്ന് പിന്നീട് ഒഴുക്ക് നഷ്ടപ്പെടാനും സാധ്യതയുള്ള തരത്തിലാണ് ഈ കാന നിർമ്മാണം പൂർണ്ണമായും നടന്നിട്ടുള്ളത്. പോസ്റ്റ് നീക്കാത്തതിനാൽ കാനയിലെ ചില ഭാഗത്ത് കട്ടിങ്ങുകൾ നൽകി കാന നിർമ്മിച്ചിട്ടുള്ളതും വലിയ ഇരുമ്പ് വൈദ്യുതി പോസ്റ്റുകളുടെ ബേസ്മെന്റ് കോൺക്രീറ്റ് മുറിച്ചു നീക്കിയതായും ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കും. പോസ്റ്റ് നീക്കം ചെയ്യാൻ വൈദ്യുതി വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. PWDയുടെ ഒരു വികസന പ്രവർത്തനമാണ് കാണുന്നത്. കാന നിർമ്മാണം ഇവരെന്തിനാ അത് ചെയ്യുന്നതെന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ഇവർക്കില്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക്. ഈ ഒരു തോട് പണിത് വെച്ചാൽ എന്താണ് PWD, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു പോസ്റ്റ്, ആ വൈദ്യുത പോസ്റ്റ് അവർ ഇവിടുന്ന് മാറ്റാൻ വരെ ഒരു ഉത്തരവാദിത്തം കാട്ടുന്നില്ല. ഇതിൻ്റെ ഓവർസിയറും അതേപോലെ തന്നെ ഈ പറഞ്ഞ നിർമ്മാണ കോൺട്രാക്ടറും ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത്ര കാശ് ലക്ഷങ്ങൾ ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ഈ വർക്കിന് വേണ്ടി ചിലവഴിച്ചിട്ട് ഈ ഒരു പോസ്റ്റ് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്ത് ഒരു 4 പോസ്റ്റോളം ഈ പറഞ്ഞ കാനയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അവർ. ഇത് മാറ്റാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വികസന പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ തോട് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഉദ്ദേശം പോലും ഇവർ നോക്കാണ്ടാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുൻ കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവും MLAയുമായ രമേശ് ചെന്നിത്തല ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് എന്ന് പറയുന്നത് മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഓഫീസാണ്. കോൺഗ്രസ് ഓഫീസുകൾ ജനസൗഹൃദ കേന്ദ്രങ്ങളാകണം. ജനങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുന്ന, അവരുടെ ആവലാതികൾ പറയാൻ കഴിയുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ജനസൗഹൃദ ഓഫീസുകളായി കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾ മാറണം. മറ്റു പല പാർട്ടികളും തങ്ങളുടെ ഓഫീസുകളെ ആയുധപ്പുരകളാക്കി മാറ്റുമ്പോൾ, അക്രമത്തിന് കോപ്പ് കൂട്ടുന്ന ആസ്ഥാനങ്ങളാക്കി മാറ്റുമ്പോൾ, കോൺഗ്രസ് പാർട്ടി എന്നും ജനങ്ങളുടെ, സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ ആവലാതികൾ കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്ന ജനസൗഹൃദ കേന്ദ്രങ്ങളായിട്ട് കോൺഗ്രസ് ഓഫീസുകളെ എന്നും മാറ്റാറുണ്ട്. ഇത് ഗാന്ധിയും നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഒക്കെ നയിച്ച പ്രസ്ഥാനമാണ്. ആശയപരമായി രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് എന്നും നശിക്കാതെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. വർഗീയ ശക്തികൾ എത്ര വിചാരിച്ചാലും ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നതിന്റെ കാരണം ഭാരതത്തിന്റെ മണ്ണിന്റെ മണമുള്ള പ്രസ്ഥാനമായതുകൊണ്ടാണ്.
ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളായ ബുഹാരി, ലീലാവതി ടീച്ചർ, ദാസൻ, ജോസഫ് തേക്കാനത്ത് എന്നിവരെയും സ്വന്തം കിഡ്നി മറ്റൊരാൾക്ക് നൽകി നാടിന് മാതൃകയായ ഷൈജു സായ്റാമിനെയും ആദരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, നിർവാഹക സമിതി അംഗം MK അബ്ദുൾ സലാം, DCC ഭാരവാഹികളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, VR വിജയൻ, ശോഭ സുബിൻ, സുനിൽ ലാലൂർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PI ഷൌക്കത്ത് അലി, സംഘാടക സമിതി കൺവീനർ KN വേണുഗോപാൽ, ട്രഷറർ ബെന്നി തട്ടിൽ, സിജോ ജോർജ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, ആൻഡോ തുറയൻ, ട്രഷറർ VK ദിലീപ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ KB രാജീവ്, PS സുൽഫിക്കർ, PM സിദ്ദിഖ്, സന്തോഷ് മാസ്റ്റർ, ഷൈജു സായ്റാം എന്നിവർ സംസാരിച്ചു. 2011 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ ബാലവേല ചെയ്യിപ്പിക്കുന്നതിനായി കണ്ടെത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. 60 വയസ്സുള്ള കടമ്പൻ ആണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെപ്പറ്റി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ അമ്പലത്തിൽ ശാന്തിപ്പണി ചെയ്തു വരികയായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സംഘം തമിഴ്നാട്ടിലെ കടലൂരിലെത്തുകയും അവിടെ വെച്ച് കടമ്പനെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ SHO BK അരുൺ, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ PF തോമസ്, GSCPOമാരായ ഷമീർ, VB ബിനിൽ എന്നിവർ കടമ്പനെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പഞ്ചായത്ത് തല അഗ്രോ ക്ലിനിക്കുകൾക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കാർഷിക വികസന സമിതി അംഗവുമായ UK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റൈഹാന KC പദ്ധതി വിശദീകരണം നടത്തി. VV പ്രദീപ്, രാധാകൃഷ്ണൻ പെടാട്ട്, സുബ്രഹ്മണ്യൻ പനക്കൽ, പ്രശാന്ത് ചെമ്പിപ്പറമ്പിൽ, കൃഷിക്കൂട്ടാംഗങ്ങൾ നന്ദകുമാർ, രജീഷ സജീവൻ ചെമ്പിപ്പറമ്പിൽ, കൃഷി അസിസ്റ്റന്റ് KM ദിവ്യ എന്നിവർ പങ്കെടുത്തു. ക്ലിനിക്കിൽ മണ്ണ് പരിശോധനാ റിപ്പോർട്ട് കർഷകർക്ക് വിതരണം ചെയ്തു. NV രാംദാസ്, സതി ചക്രപാണി, രമ അശോകൻ എന്നിവരെ ഫാം ക്ലബിൽ അംഗമാക്കി. കൃഷി ഓഫീസർ NV ശുഭ, കൃഷി അസിസ്റ്റന്റ് KR ജിതിൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തൃപ്രയാർ മേൽ തൃക്കോവിൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറു ഭാഗത്തുള്ള സ്റ്റോക്ക് പൂരപ്പറമ്പിൽ ഉണങ്ങിയ കുറ്റിച്ചെടികളിൽ തീ ആളിപ്പടർന്നത് ഏറെ നേരം വിഭ്രാന്തി പരത്തി. ശേഷം നാട്ടിക ഫയർഫോഴ്സ് എത്തി 12 മണിയോടെ തീയണച്ചു. രാവിലെ 11:30യോടെ വടക്കുഭാഗത്തു നിന്ന് പടർന്ന തീ ക്ഷേത്രക്കുളത്തിനു ചുറ്റും ആളിക്കത്തിയതോടെ നിയന്ത്രണാതീതമായി. വലപ്പാട് ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളിലാരോ പടക്കം പൊട്ടിച്ചതാണ് തീ പടരാൻ കാരണമായത്. മുൻപും ഇവിടെ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത് ട്രാൻസ്ഫോമറും കോളേജ് കെട്ടിടവുമുള്ളത് അല്പം നേരം ആശങ്ക പടർത്തി. എങ്കിലും ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. മുക്കുപണ്ട പണയക്കേസിൽ പുതിയകാവ് സ്വദേശി പോലീസ് പിടിയിൽ. പുതിയകാവ് സ്വദേശി പുഴങ്കര ഇല്ലത്ത് വീട്ടിൽ 54 വയസ്സുള്ള സിദ്ദിഖിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുന്നക്കുരു ബസാറിലുള്ള പാപ്പിനിവട്ടം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഫെബ്രുവരി 12-ാം തീയതിയാണ് സിദ്ദീഖ് ഓരോ പവൻ വീതമുള്ള 2 മുക്കുപണ്ട വളകൾ പണയം വെച്ച് 88,000 രൂപ വാങ്ങിയത്. പണയം വെച്ച വളകളെക്കുറിച്ച് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വളകൾ പരിശോധിച്ചപ്പോഴാണ് ഇത് മുക്കുപണ്ടമാണെന്ന് അറിയുകയും ഇക്കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തത്. ശേഷം മതിലകം പോലീസ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തു. സമാന രീതിയിൽ മറ്റു ബാങ്കുകളിൽ പ്രതി മുക്കുപണ്ടങ്ങൾ പണയം വെച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. മതിലകം ഇൻസ്പെക്ടർ SHO MK ഷാജിയുടെ നേതൃത്വത്തിൽ SI രമ്യ കാർത്തികേയൻ, SI വിനയൻ എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പെരുവല്ലൂർ പൂച്ചക്കുന്നത്ത് ടിപ്പർ ലോറി ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. പെരുവല്ലൂർ പൂച്ചക്കുന്ന് സ്വദേശി പെരുവല്ലൂർ വീട്ടിൽ 75 വയസ്സുള്ള ശങ്കുണ്ണിയാണ് മരിച്ചത്. ടിപ്പർ ക്ലീനർ ബംഗാൾ സ്വദേശി സച്ചിനും സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റു. പെരുവല്ലൂരിൽ നിന്നും മെറ്റൽ കയറ്റിപ്പോയിരുന്ന ടിപ്പർ ലോറിയാണ് ഇടിച്ചത്. സ്കൂട്ടർ യാത്രക്കാരൻ ലോട്ടറി എടുക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തപ്പോൾ അയാളെ രക്ഷിക്കാൻ ടിപ്പർ ലോറി വെട്ടിച്ചപ്പോഴാണ് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ശങ്കുണ്ണിയെ ഇടിച്ചത്. ശേഷം ലോറി മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു.
കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഘോഷ് തുഷാരിയെ ആക്രമിച്ച കലാപകാരികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പ്രതിഷേധ യോഗം KPCC അംഗം CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂരിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഏത്തായി സെന്ററിൽ സമാപിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, DCC അംഗം ഇർഷാദ് K ചേറ്റുവ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഖിൽ G കൃഷ്ണ, ചാവക്കാട് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് KV സത്താർ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PV ബദറുദ്ദീൻ, നൌഷാദ് കൊട്ടിലിങ്ങൽ, ഭാരവാഹികളായ CA ഗോപാലകൃഷ്ണൻ, INTUC ജില്ലാ സെക്രട്ടറി KC ശിവദാസ്, റീജിയണൽ സെക്രട്ടറി CV തുളസീദാസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,980 രൂപ, പവന് 63,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇരിങ്ങാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയിലെ കല്ലേറ്റുംകരയിൽ എസ്റ്റേറ്റിന് സമീപം ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന കാനയുടെ ഒത്ത നടുവിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നു. 4ഓളം പോസ്റ്റുകളാണ് കാനയ്ക്ക് നടുവിലായി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുൻ കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവും MLAയുമായ രമേശ് ചെന്നിത്തല ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ ബാലവേല ചെയ്യിപ്പിക്കുന്നതിനായി കണ്ടെത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. 60 വയസ്സുള്ള കടമ്പൻ ആണ് അറസ്റ്റിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.